ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. ഇന്ന് 2025 ഡിസംബർ 28 ഞായറാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2603 അവർക്കും സ്നേഹത്തോടെ സ്വാഗതം. വീണ്ടും ഒരു ഞായറാഴ്ച വന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പ്രഥമ ചിന്ത സഭായോഗമാണ്. പരമാവധി നേരത്തെ തന്നെ ഒരുങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലത്തെത്തുക. ഒരു പക്ഷേ അത് ഒരു വാടക കെട്ടിടമാകാം, ചിലത് വളരെ പഴക്കമുള്ള കെട്ടിടമാകാം, ചിലത് വളരെ നന്നായി പുതുക്കിപ്പണിത കെട്ടിടവുമാകാം. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആരാധിക്കുന്നവരും കാട്ടിലെ കല്ലും മരങ്ങളും ഇലകളുമൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഷെഡുകളിലും ആയിരിക്കാം ആരാധന. പോകുന്ന എല്ലാവരുടെയും കയ്യിൽ പരമാവധി വിശുദ്ധ വേദപുസ്തകം ഉണ്ടായിരിക്കും. അവർ അത് വായിച്ചു അതിൽ നിന്നുള്ള ആരാധനാ ചിന്തയും ഒപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബൈബിൾ പഠനവുമായിട്ടൊക്കെ ആയിരിക്കും പോകുക. ക്രിസ്തുവാണ് സഭയിലെ നായകനും നേതാവും എങ്കിലും ദൈവവചനപ്രകാരമുള്ള ദൈവസഭയിൽ കർത്താവ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച വിശ്വസ്തരായ ദൈവദാസന്മാരും ഉണ്ടാകും. അവർ സഭയിൽ വരുന്ന ആളുകൾക്കുള്ള പ്രബോധനവും ഉപദേശവും ഒക്കെ ആയിരിക്കും സഭയിലെത്തുക. ഉപദേശവുമൊക്കെ ആയിട്ടായിരിക്കും സഭയിൽ എത്തുക. പതിവ് പോലെ ഞാനും അതിരാവിലെ എഴുന്നേറ്റു. ഇന്നത്തെ വചന ശുശ്രൂഷ ഞാനാണ് ചെയ്യേണ്ടത്. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 5-1-2 വാക്യങ്ങൾ വരെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു. ഇന്ന് തിമോത്തിയോസ് 1-5-3 മുതൽ വായിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. അതിനായി ബൈബിൾ വായിച്ച് പഠിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പ്രത്യേകം ഉടക്കിയ ഒരു വാക്യമാണ് വാക്യം 15. ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ എന്നത്. എല്ലാവരും സാത്താൻ്റെ പിന്നാലെ പോയിട്ടില്ല, ചിലർ മാത്രം. അതുകൊണ്ട് ഇന്ന് ഈ ലേഖനത്തിലെ എൻ്റെ ചോദ്യം, ഞാൻ എവിടെയാണ്? സാത്താൻ്റെ പിന്നാലെ പോയവരുടെ കൂട്ടത്തിലാണോ? ഇന്ന് നമ്മിൽ പലർക്കും പറ്റുന്ന ഒരു പറ്റ് ഞാൻ വിശുദ്ധനാണ് എന്ന തോന്നലാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ചൊരുങ്ങി സഭായോഗത്തിലെത്തുന്നു, പ്രബോധിപ്പിക്കാനുള്ള വചനങ്ങളുമായി നേരത്തെ തന്നെ സഭാ ഹാളിലെത്തുന്നു, വരുന്നവരെ സ്വീകരിക്കുന്നു. പുറമേയുള്ളവർ കണ്ടാൽ ഭക്തനാണ്. പക്ഷേ ഈ ലേഖനം 5-12 പറയുന്നത് പോലെ ഞാൻ ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞവനാണോ? ആദ്യ വിശ്വാസം തള്ളിക്കളയാൽ അവർക്ക് ശിക്ഷാവധി ഉണ്ട് എന്ന ഭയനിർദ്ദേശം നമ്മൾ ആരും തള്ളിക്കളയരുത്. കർത്താവ് പറഞ്ഞത് തന്നെയാണ്. ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞവർക്ക് ശിക്ഷാവധി ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിക്ഷാവധി ഉണ്ടാകും, ഉറപ്പ്. പക്ഷേ അത് നാം മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഞാനാണ് ഞങ്ങളുടെ സഭയിൽ വിശ്വാസികളെ വചനം പഠിപ്പിക്കുന്ന എന്നെ നാളെ നാട്ടുകാർ വിളിച്ച് ഉപദേശിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ അതിനേക്കാൾ നാണം കെടാൻ വേറെ വല്ലതും വേണോ? അതിനേക്കാൾ ഉപരി 10-18 വർഷമായിട്ടും വചനം പഠിപ്പിച്ചിട്ടും ലോകപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ളതെങ്കിൽ അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുന്ന ദൈവസഭയെ ഓർത്ത് പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഐക്യത്തിൽ ഒറ്റക്കെട്ടാണ്. ആത്മീയത കാത്തു സൂക്ഷിക്കാൻ കൊതിക്കുന്നവരാണ്. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11-23 മുതൽ പറയുന്ന ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഈ ബൈബിൾ ഭാഗം എന്നും വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ വാക്യങ്ങളുടെ ഗൗരവം അറിയാം. ഞങ്ങളിലാരും തിമോത്തിയോസിൻ്റെ 1 ലേഖനം 5-12 പറയുന്ന പോലെ ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞവരല്ല. അതുപോലെ വാക്യം 15 പറഞ്ഞതുപോലെ സാത്താൻ്റെ പിന്നാലെ പോയവരും ഇല്ല. സദൃശവാക്യങ്ങൾ 3-7 നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്ന ഒരു ഗൗരവമായ വാക്യമുണ്ട്. അത് വിശ്വാസികളെല്ലാവരും കരുതിക്കൊള്ളുന്നതും നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഇയ്യോബ് 37-24 ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്നില്ല എന്ന കാര്യവും തിരിച്ചറിയുക എന്ന് നിങ്ങളുടെ കൂട്ടുസഹർഷിപ്പ് കൊടുങ്ങളോ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ആമേൻ.